നമ്മുടെ കളരിത്തറകളിൽ പൂത്തറകളിലൊക്കെ തന്നെ നമുക്കറിയാം, മുകളിൽ നമ്മൾ താമരയുടെ മുട്ടുപോലെ കൂമ്പ് എന്നതിന് പറയാം, താമര കൂമ്പ് എന്ന് പറയുന്ന പോലെ കൂമ്പ് കൊടുക്കാറുണ്ട്. ചില കളരികളിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്താറുണ്ട്. കൂടുതലും തെക്കൻ തുളുനാടൻ ആ ഒരു കളരികളിലായിരിക്കും മിക്കവാറും ഒക്കെ തന്നെ ശിവലിംഗം വയ്ക്കാറുള്ളത്. അല്ലാതുള്ള കളരികളൊക്കെ തന്നെ മിക്കവാറും കൂമ്പ്, വടക്കൻ സമ്പ്രദായം മുതലായ കൂമ്പ് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിന് രണ്ട് കൺസെപ്റ്റുകളാണുള്ളത്. ആ കൺസെപ്റ്റുകളാണ് നമ്മൾ ഇതിനകത്ത് വിശദീകരിക്കുന്നത്. അതായത് നമ്മൾ അറിയാം 7 ചക്രങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട സപ്തനാടികൾ അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നാ കൊടുത്തിരിക്കും. ഇപ്പൊ ഷഡാധാരങ്ങളാണ് നമ്മളിവിടെ പറയുന്ന കൂമ്പിൽ പറയുന്നത്. അപ്പൊ ഷഡാധാരം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം അവിടെ 6 ആധാരങ്ങളേ ഉള്ളൂ, സഹസ്രാധാരം ഇല്ല. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ കഴിഞ്ഞിട്ടാണ് നമുക്ക് സഹസ്ര ആധാരം വരുന്നത്. സഹസ്ര ആധാരം എന്ന് എടുത്ത് പറയാറുണ്ട്. ഷോർട്ടിൽ പറയുമ്പോൾ നമ്മൾ സഹസ്രാരം എന്നും പറയാറുണ്ട്. സഹസ്രാര പത്മം എന്നാ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ പത്മം ഉപയോഗിക്കുന്നുള്ളതാണ് കൂമ്പ് എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഏത് ശരി തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ 2 വശങ്ങൾ പറയുന്നു, അത് ഉൾക്കൊള്ളുക മാത്രം ചെയ്യുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യുക. ശിവൻ ഇരിക്കുന്ന ഭാഗം, ശൈവമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ക്രൗൺ ചക്രയാണ്, നമ്മുടെ ക്രൗണാണ്, ഉച്ചിയാണ്, സഹസ്രാര പത്മമാണ്. അവിടെയാണ് ഭഗവാൻ ശിവൻ വിരാജിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിശ്വാസം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ഇനിയും ദേവി എവിടെയാണ് ഇരിക്കുന്നത്? മൂലാധാരത്തിലാണ്, ഏറ്റവും താഴെ ഇടയിലാണ് ഇരിക്കുന്നത്. അപ്പം മൂലാധാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, മലദ്വാരത്തിനും വൃക്ഷണ സഞ്ചിക്കും ഇടയ്ക്കുള്ള വളരെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മൂലാധാരം. അതിന് നേരെ, ഏകദേശം നേരെ വരും നമ്മുടെ ഉച്ചി എന്ന് പറയുന്ന കറക്റ്റ് ക്രൗൺ ചക്ര. ഉച്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മുടെ ട്രാഗസ് ഉണ്ട്. ഈ ട്രാഗസിൽ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുക, ഇവിടെ നേരെ തിരിച്ച് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഉച്ചി. അത് ഉച്ചി വർമ്മമെന്നും അധിപനെന്നും അധിപതി എന്നും ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അത്രമാത്രം ഇമ്പോർട്ടൻസ് മർമ്മശാസ്ത്രത്തിലും ഉണ്ട്, സ്പിരിച്വാലിറ്റിയിലും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി അവിടെയാണ് ശിവൻ വസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, അവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത് കൊണ്ട് തെറ്റില്ല. ക്ലിയർ? ഇനിയും എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ പൂത്തറ കണ്ടാൽ അറിയാം, ആ പൂത്തറയിൽ ഓരോ ഭാഗങ്ങളിലും ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ദേവതകളുണ്ട്. ആ ദേവതകളെ അധിഷ്ഠാനപ്പെടുത്തിയിട്ടുള്ള കുറച്ചേറെ സംഗതികളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ചക്രത്തെ, അതിപ്പോ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഓരോ ചക്രാസാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാൻഡ് ജംഗ്ഷനുകളാണ്. ഈ ഗ്ലാൻഡ് ജംഗ്ഷനുകളെ ഉദ്ദീപിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതി ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഓരോ അക്ഷരങ്ങൾക്കും പുറകിൽ അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്കറിയാം ഓരോ ദേവതകളെ വെച്ചിട്ടുണ്ട്. അതൊക്കെ സ്പിരിച്വലി ഹയർ ആയിട്ടുള്ള സീക്രട്ട് ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. അത് നമുക്ക് ക്രൗൺ പെറ്റൽസ് മീഡിയ നമ്മുടെ ചാനലിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഈ ദേവതകളെ നമ്മൾ ഉപാസിച്ച് നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഭാഗത്തെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടാകുന്ന സമയത്ത് അഡ്രിനാലിൻ നല്ലതായിട്ട് വർക്ക് ചെയ്യും, നമുക്ക് എല്ലാവർക്കും അറിയാം. അഡ്രിനാലിൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഏതൊരു കായികാഭ്യാസിക്കും വ്യക്തമായ അറിവുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് പെട്ടെന്നൊരു സിറ്റുവേഷൻ കവർ ചെയ്യാൻ നമ്മുടെ ബോഡി ചെയ്യുന്നതാണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന സംഗതി. അപ്പൊ ഈ അഡ്രിനാലിൻ്റെ അത് നമ്മൾ നല്ലതായിട്ട് ബ്ലഡിലേക്കൊക്കെ പമ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ധൈര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ അതിന് സപ്പോർട്ടീവായ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ കച്ച കെട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കച്ചയൊക്കെ പ്രത്യേക രീതിയിൽ പലതരത്തിൽ നമ്മളെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ കച്ച കെട്ടുന്ന മെത്തേഡുകളുണ്ട്. അതെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബിൽ കണ്ടു, അതൊന്നും വിശദീകരിക്കുന്നില്ല. എന്തായാലും കച്ചകെട്ടിൽ അങ്ങനെ ഒരു ഇതുണ്ട്. പൊതുവിൽ നമുക്കറിയാം ചുവപ്പാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ചുവപ്പ് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മൂലാധാര പത്മത്തിൽ ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ റെഡ് എവിടെ നിൽക്കുന്നത്? ഏറ്റവും താഴെ ഭാഗത്താണ്. അതുകൊണ്ടാണ് ദേവിമാരുടെ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ റെഡ് എന്ന് പറയുന്ന കാര്യം, പട്ട്, ചുവന്ന പട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ചുവന്ന പട്ടിനെ നമ്മൾ മെല്ലെ എടുത്ത് കച്ച കെട്ടുന്ന ഭാഗത്തേക്ക് മുകളിലേക്ക് വെക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാരചക്ര, സ്വാധിഷ്ഠാനം, അധിഷ്ഠാനം എന്നതിന് പറയാം, സ്വാധിഷ്ഠാന ചക്രത്തിലേക്കാണ് നമ്മൾ ബന്ധിക്കുന്നത്. അപ്പൊ അതായത് അത്രയുമെങ്കിലും മിനിമം ഒരു ചക്രത്തെ ഉണർത്തിക്കൊണ്ട് അവിടെ സ്ഥിരമായി നിലനിർത്താനുള്ള ശേഷി അഭ്യാസിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അതിന്റെ തിയറി. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പൊ അതിനെ ഉയർത്തി മേളിൽ കൊണ്ടുവന്ന് താമര പോലെ വിരിയിക്കുന്നതാണ് ശരിക്കും നമ്മൾ പറയത്തില്ലേ സുഷുമ്ന ഉണരുക, അല്ലെ കുണ്ടലനി ഉണരുക, ബോധപ്രാപ്തി ഉണ്ടാകുക എന്നൊക്കെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. അപ്പൊ മേളിൽ വന്ന് അത് വിരിഞ്ഞു എന്നുള്ള കൺസെപ്റ്റിലാണ് ഒരു കളരി സ്ഥാപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കളരിയിൽ വേണ്ടത് കൂമ്പാണ്. ക്ലിയറായി മനസ്സിലായോ? അതായത് ശക്തി വന്ന് 7 ചക്രങ്ങൾ വഴി കടന്ന്
ഏറ്റവും മേളത്തെ ചക്രമായ അധിപ മർമ്മത്തിൽ അല്ലെങ്കിൽ അധിപതിയിൽ അല്ലെങ്കിൽ ഉച്ചിവർമ്മത്തിൽ നേരെ വന്ന് ഇവർ തമ്മിൽ സംയോഗപ്പെടുന്ന ഭാഗത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൂമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ചാനലിന്റെ പേര് പോലും പലപ്പോഴും ക്രൗൺ പെറ്റൽസ് മീഡിയ നമ്മൾ ഇടാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഇതിനകത്ത് ഉണ്ട്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഗ്ലാൻഡുകളൊക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. അപ്പൊ ഈ പറയുന്ന 7 പടികളിലേക്കുള്ള ചലനങ്ങളാണ് യഥാർത്ഥത്തിൽ കളരിപ്പയറ്റിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളരിപ്പയറ്റിന്റെ ചുവടുകൾ 6 ഡിവിഷനുകൾ, ഷഡാധാരം പോലെ തന്നെ 6 ഡിവിഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏകം, ദ്വയം, ത്രയം, ചതുർ എന്ന് പറഞ്ഞിട്ട് 6 ആധാരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 6 ചുവടുകളുടെ വിന്യാസമാണ് യഥാർത്ഥത്തിൽ കളരിപ്പയറ്റ്. ആ 6 ചുവടുകളും കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കളരികൾ കുറവാണ്. അതാണ് വളരെ പ്രധാനം. അപ്പൊ 6 ചുവടുകൾ കൃത്യമായി ചെയ്ത്, ഈ 6 ചുവടുകളിലും ചെയ്യുന്നതിന് ഈ 6 ചുവടുകളിലും കളേഴ്സ് ഉണ്ട്, അതിനെല്ലാം മന്ത്രാസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ചുവടുകളുടെ രീതികളുണ്ട്. ഓക്കെ, ഇപ്പൊ പടച്ചുവട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെൻഡ എന്ന് പറയുന്നത്, അതായത് 5ാമത്തേതാണ്. അത് അപൂർവമായുള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് അറിയുള്ളൂ. അങ്ങനെയുള്ള 6 ആധാര ചക്രങ്ങളെ വെച്ച് കഴിഞ്ഞാൽ 7ാമത്തെ ചക്രം നിങ്ങളെ ശ്രദ്ധിക്കുമെന്നും ആ ശ്രദ്ധയിലൂടെ അഭ്യാസി യഥാർത്ഥ അഭ്യാസിയായി മാറുമെന്നുള്ളതാണ് കളരിയുടെ യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനം. ഇത്തരത്തിലാണ് കളരിപ്പയറ്റ് പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും. അങ്ങനെ തന്നെയാണ് കളരിയിലെ ആയുധങ്ങളും എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആയുധങ്ങൾ നമുക്കറിയാം, പന്തീരാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വീശെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കോൺട്രഡക്ടറി ആണ്. ഭയങ്കരമായ പ്രശ്നങ്ങൾ അങ്ങോട്ട് കൂടി ചിന്തിച്ചാലുണ്ടാകാം. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, വീശും അടിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ. അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ഈ പന്തീരാൻ വീശ് എന്ന് പറയുമ്പോഴത്തേക്ക് 12 ചാണെന്ന് പറയുന്നത് ബോഡിയുടെ 12 അങ്കുലം അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചേറെ സീക്രട്ടുകളുണ്ട്. നമുക്കറിയാം 96 അങ്കുലം മനുഷ്യ ശരീരത്തിലുള്ള മർമ്മതായങ്ങൾ നമ്മൾ പറയാറുള്ളത് അല്ലേ. 12 ചാൺ അല്ലെങ്കിൽ 12 അങ്കുലം എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങളുണ്ട്. 12 ചാൺ വേറെയാണ്, 12 അങ്കുലം വേറെയാണ്. ഇപ്പൊ 12 അങ്കുലം എന്ന് പറയുമ്പോൾ അവനവന്റെ വിരലിനാണ്. അവിടെ ഏതൊക്കെ വിരലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണം പറഞ്ഞാല് അളവെടുക്കുമ്പോൾ ഇപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു 0 പോയിന്റിൽ നിന്നാണ് നമ്മൾ 1 സെന്റിമീറ്ററിലേക്ക് വരുന്നത്, റൈറ്റ്. ആ 1 സെന്റിമീറ്റർ നിന്നാണ് അടുത്ത 2ാമത് സെന്റിമീറ്റർ, സെക്കൻഡ് സെന്റിമീറ്റർ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ആണെങ്കിൽ മർമ്മശാസ്ത്രത്തിൽ ഏത് വിരൽ ഉപയോഗിക്കണം എന്നുള്ള കാരണം കൃത്യമായിരിക്കണം. കാരണം അളവുകൾ തെറ്റാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ തള്ളവിരലിന്റെ വീതി ഇല്ല ഈ അടുത്ത ചൂണ്ടുവിരലിന്റെ വീതി അല്ല നടുവിരലിന്റെ വീതിയല്ല മോതിരവിരലിന്റെ വീതിയല്ല ചെറുവിരലിന്. അപ്പോൾ ഇതിനൊരു സമവാക്യം ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു അളവുകോല് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു 4 വിരൽ വീതി എന്ന് പറഞ്ഞ ആശാൻ പഠിപ്പിക്കുമ്പോൾ ഇത് 4 വിരൽ വീതി ആണോ? ഒരിക്കലുമല്ല. കാരണം ഇവിടെ ഇത് ചെറിയ വിരലാണ്, ഇതിനും വലിയ വിരലാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അളവിൽ തെറ്റില്ലേ? നമ്മൾ പറഞ്ഞനുസരിച്ച് 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ തെറ്റില്ലേ? അപ്പൊ അവിടെ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു പാഠഭാഗമുണ്ട്. ഏത് അളവ് കൊണ്ടാണ് മർമ്മം അളക്കേണ്ടത്? അപ്പൊ 2 വിരൽ വീതി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നുള്ളത്? അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക മണ്ടത്തരമല്ലേ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ അതിനൊരു സമവാക്യം ഉണ്ടാവേണ്ടേ? അങ്ങനെയല്ലേ മർമ്മം അളക്കേണ്ടത്? അങ്ങനെ മർമ്മം അളന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബോഡി വെച്ച് അളന്നിട്ട് ഈ പറഞ്ഞ 96 അങ്കുലം ഞാൻ നീളം അളന്ന് കണ്ടുപിടിക്കാൻ പെട്ട പാട് എനിക്കറിയാം. കാരണം 96 അങ്കുലം നീളമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ ജീവിതത്തിൽ സത്യസന്ധമായി പറയാം, നിങ്ങൾ ഇന്ന് വരെ അതൊന്ന് അളന്ന് നോക്കിയിട്ടുണ്ടോ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യാൻ നമുക്കൊരു തൻ്റെടമൊക്കെ വേണം. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് അളന്ന് നോക്കുക, ഞാൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അളക്കാത്ത ആൾക്കാർ പഠിപ്പിക്കുമ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ 96 അങ്കുലം എന്ന് പറഞ്ഞാൽ 96 അങ്കുലം കൃത്യമായി അളന്ന് മനസ്സിലാക്കാൻ പറ്റണം. പന്തീരാൻ എന്ന് പറയുമ്പോൾ 12 ചാണാണെന്നും ആ 12 ചാൺ ഈ പറയുന്ന അങ്കുലക്കണക്കുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതും ഓരോ അവയവങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ എത്ര അങ്കുലമാണെന്നും മനസ്സിലാക്കി മർമ്മശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ അല്ലേ അതൊരു അടിസ്ഥാന പാഠമായി വരിക. ഇങ്ങനെ കുറച്ചേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് എൻ്റെതായ ഓൺ റിസർച്ചിൽ ഞാൻ കണ്ടുപിടിച്ച കുറച്ചേറെ കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ തന്നെ 6 ചുവടുകൾ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ആയുധങ്ങൾ എടുക്കുമ്പോഴും ആ ആയുധത്തിന്റെ ഹിസ്റ്ററി എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, അതിന്റെ അളവുകൾ, അടിയളവുകൾ, അറിവളവുകൾ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എവിടെ ഉപയോഗിച്ചാൽ നമുക്കത് കൂടുതൽ ഗുണകരമായി ഭവിക്കാം എന്നുള്ളതെല്ലാം വിശദമായ ഒരു തിയറി ക്ലാസ്സിലൂടെ കൊടുത്തതിന് ശേഷം മാത്രമേ
മർമ്മശാസ്ത്രമോ അഭ്യാസമോ പഠിപ്പിക്കാവൂ. ഇല്ലാത്ത പക്ഷം കളരിപ്പയറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ പോകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇത് നശിക്കാതിരിക്കാൻ നന്നായി മുന്നോട്ട് ലോകത്തിന് മുന്നിൽ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തിയറി എടുത്തുകൊണ്ട് പ്രാക്ടിക്കൽ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ കളരികളൊക്കെ ഭാവിയിൽ നന്നായി വരുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.